നമസ്കാരം. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ RSS സഹായം തേടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDFന് യാതൊരു ഡീലുമില്ലെന്നും വികസനം ഉയർത്തിപ്പിടിച്ചാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും മുഖ്യമന്ത്രി. UDF അജണ്ട തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഉപദേശകനായ കനവേലുവാണെന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച മാറ്റാൻ UDF ശ്രമിക്കുകയാണെന്നും പിണറായി വിജയൻ. പാലക്കാട് ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച പാലക്കാട്ടെത്തും. കോട്ട മൈതാനിയിലേക്കുള്ള പ്രവർത്തകർക്കുള്ള പ്രവേശനം 12:30 വരെ. 1:30 മണിയോടെ സമ്മേളനം തുടങ്ങുമെന്നും 50,000-ൽ പരം പ്രവർത്തകർ പങ്കെടുക്കുമെന്നും പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പാലക്കാട് ജില്ലയിൽ രാഷ്ട്രീയ മാറ്റത്തിന് വേഗം കൂട്ടുമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭിനെതിരെ ലൈംഗിക ആരോപണ കേസിലെ അതിജീവിത പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. MP-മാരായ ഷാഫി പറമ്പിലിന്റെയും VK ശ്രീകണ്ഠന്റെയും പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത. ജോലി വാഗ്ദാനം ചെയ്ത് ഒന്നിലേറെ തവണ പീഡിപ്പിച്ചെന്നും തന്റെ മുന്നിൽ വെച്ച് ഷാഫി പറമ്പിലിന് വീഡിയോ കോൾ ചെയ്തെന്നും അതിജീവിത. പീഡന പരാതി ഉയർന്ന പാലക്കാട് നഗരസഭാ കൗൺസിലറെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. പാലക്കാട് നഗരസഭ 24-ാം വാർഡ് കൗൺസിലർ പ്രശോഭ് C. വത്സനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. നടപടി ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ. പീഡന പരാതി തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമല്ലെന്ന് LDF സ്ഥാനാർത്ഥി NMR റസാഖ്. കൗൺസിലറെ അറസ്റ്റ് ചെയ്യണമെന്ന് BJP. ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നും പോലീസും സിസ്റ്റവും അതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്നും UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. ഷൊർണൂരിലെ ധനകാര്യ സ്ഥാപനത്തിലെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ. പോലീസ് വലയിലായത് ഉത്തർപ്രദേശ് സഹറൻപൂർ സ്വദേശി 28 വയസ്സുള്ള ഷഹജാദ്. പ്രതി കുടുങ്ങിയത് ധനകാര്യ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് നടത്തിയ വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിൽ. UP-യിൽ നിന്നും പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള ഭാഗ്യക്കുറിയുടെ സമ്മർ ബമ്പർ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം പാലക്കാടിന്. 10 കോടി രൂപ 1-ാം സമ്മാനം. ഭാഗ്യം കടാക്ഷിച്ചത് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൂകാംബിക ലോട്ടറി ഏജൻസിക്ക്. ഭാഗ്യശാലിയെ കണ്ടെത്താനായില്ല. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ RSS സഹായം തേടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. LDFന് യാതൊരു ഡീലുമില്ലെന്നും വികസനമുയർത്തിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. UDF അജണ്ട തീരുമാനിക്കുന്നത് ഉപദേശകനായ കനകേലുവാണെന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച മാറ്റാൻ UDF ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ചില കുതന്ത്രങ്ങൾക്ക് പ്രതിപക്ഷ നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്നും LDFന് STPയുമായുള്ള ബന്ധം ഒരു കാലത്തുമില്ല. നുണകൾ പ്രചരിപ്പിക്കുകയാണ് ചെന്നിത്തലടക്കമുള്ള വ്യക്തികൾ ചെയ്യുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ LDF വിജയിക്കുക തന്നെ ചെയ്യും. മികച്ച സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗ്യാസ് പ്രതിസന്ധിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണകൾ പ്രചരിക്കുന്നു എന്നും ചിലർ അതിന് ശ്രമിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UPA ഗവൺമെൻറ് കാലത്ത് ഗ്യാസ് കരാറിൽ അമേരിക്കയ്ക്ക് വഴങ്ങി. അതിപ്പോൾ BJPയും ചെയ്യുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡീലിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്നലെ ഏതോ RSS നേതാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നിങ്ങളാരെയും ശ്രദ്ധയിലില്ല തോന്നുന്നില്ലേ? ഒരു RSS നേതാവ് പറഞ്ഞൊരു കാര്യം, അത് ഇദ്ദേഹം തന്നെ 1-2 ഘട്ടങ്ങളിൽ RSSൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ളത് ഒരു RSS നേതാവ് പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഗതികേടൊന്നും ഞങ്ങൾക്കൊരു കാലമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഡീലിനുമില്ല. ഞങ്ങളെല്ലാം സുതാര്യമാണ്. ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ടാകാറില്ല. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയത എതിർത്തു പോകുന്ന നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇതേവരെ അതാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അത് തന്നെയാണ് സ്വീകരിക്കുക. അപ്പോൾ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അജണ്ട നിശ്ചയിക്കുന്നത് UDF അല്ല. അജണ്ട നിശ്ചയിക്കുന്നത് UDFൻ്റെ ഈ ഉപദേശകരുണ്ടല്ലോ, എന്താ ഒരു പേരില്ലേ, കനകോലു. അങ്ങനെയുള്ളവരാണ് ഈ അജണ്ട നിശ്ചയിച്ചു കൊടുക്കുന്നത്. അവരുടെ ഉപദേശമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുടെ പെരുമഴ ഉണ്ടാക്കണം എന്നുള്ളത്. ഈ പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ വിജയിക്കാനാണ് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
NDA സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി ഞായറാഴ്ച പാലക്കാട്ടെത്തും. കോട്ട മൈതാനത്താണ് സമ്മേളന നഗരി. 12:30 വരെ പ്രവർത്തകരെ സമ്മേളന നഗരിയിലേക്ക് കടത്തിവിടും. 1:30 മണിയോടെ പൊതുയോഗം ആരംഭിക്കുമെന്നും 50,000-ൽ അധികം പ്രവർത്തകർ ഈ സമ്മേളന നഗരിയിൽ പങ്കെടുക്കുമെന്നും BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മേഴ്സി കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും റോഡ് മാർഗമാണ് കോട്ടമൈതാനത്തെ സമ്മേളന വേദിയിൽ എത്തുന്നത്. 50,000-ഓളം പ്രവർത്തകരെ പ്രതീക്ഷിക്കുന്ന സമ്മേളനത്തിൽ ജില്ലയിലെ എല്ലാ NDA സ്ഥാനാർത്ഥികളും BJPയിലെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലൈംഗിക ആരോപണം നേരിടുന്ന പാലക്കാട്ടെ UDF കൗൺസിലർ രാജിവെക്കുന്നതുവരെ BJP സമരം തുടരുമെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. ശ്രീ നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നാളെ ഉച്ചയ്ക്ക് 1:30 മണി മുതൽ പാലക്കാട് കോട്ടമൈതാനത്ത് ആരംഭിക്കും. 12:30 മണി മുതൽ ആളുകൾക്കുള്ള എൻട്രി ആരംഭിക്കും. കൃത്യം 1:30 മണിക്ക് പൊതുസമ്മേളനം ആരംഭിക്കും. NDAയുടെ സംസ്ഥാന നേതാക്കന്മാർ, പാലക്കാട് ജില്ലയിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പൊതുസമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 1,00,000-ലധികം ആളുകളെ പ്രതീക്ഷിക്കുന്ന പൊതുസമ്മേളനം പാലക്കാട് കോട്ട മൈതാനത്താണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന അദ്ദേഹം റോഡ് മാർഗം മേഴ്സി കോളേജ് ജംഗ്ഷൻ, നൂറണി, KSRTC ബസ് സ്റ്റാൻഡ്, മിഷൻ സ്കൂൾ, ഇംഗ്ലീഷ് ചർച്ച് റോഡ്, SBI ജംഗ്ഷൻ വഴി കോട്ടമൈതാനത്തിനകത്തേക്ക് പ്രവേശിക്കും. മിഷൻ സ്കൂൾ ജംഗ്ഷൻ മുതൽ SBI ജംഗ്ഷൻ വരെ അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് വരുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഇതെല്ലാം. ഈ വിഷയത്തിൽ പൊളിറ്റിക്കൽ എന്നുള്ള രീതിയിൽ അല്ലാതെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരത്തിൽ ഉള്ള ആളുകളെ സംരക്ഷിക്കുന്നവരെ, പ്രത്യേകിച്ച് ഇതുപോലുള്ള കോൺഗ്രസ് പാർട്ടി ഇതുപോലുള്ള ആളുകളെ, സ്ത്രീപീഡകരായിട്ടുള്ള ആളുകളെ, സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് എടുക്കുന്നതെങ്കിൽ ശക്തമായ പ്രതികരണവും പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുണ്ട്. പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ P. സ്മിതേഷും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭിനെതിരെ ലൈംഗിക ആരോപണ കേസിലെ അതിജീവിത പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. MP-മാരായ ഷാഫി പറമ്പിലിന്റെയും ശ്രീകണ്ഠന്റെയും പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത. ജോലി വാഗ്ദാനം ചെയ്ത് 1-ലേറെ തവണ പീഡിപ്പിച്ചെന്നും തന്റെ മുന്നിൽ വെച്ച് ഷാഫി പറമ്പിലിന് വീഡിയോ കോൾ ചെയ്തതായും പരാതിയിൽ. ജോലി വാഗ്ദാനം ചെയ്ത് 1-ലേറെ തവണ തന്നെ പീഡിപ്പിച്ചു. ഹോട്ടൽ മുറിയിൽ വെച്ചും കാറിൽ വെച്ചും പീഡിപ്പിച്ചു. തന്റെ മുന്നിൽ വെച്ച് പ്രശോഭ് ഷാഫി പറമ്പിലിന് വീഡിയോ കോൾ ചെയ്തു. ജോലി വാഗ്ദാനം ചെയ്തതായിരുന്നു പീഡിപ്പിച്ചത്. പരാതി നൽകിയ ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയെന്നും യുവതി പറഞ്ഞു. ഷാഫിയുടെ ബന്ധുവിന് വീഡിയോ കോൾ ചെയ്തിട്ട് ഓഡിയോ കോൾ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ ഷാഫിനെ കാണിക്കുന്നു. ഞാൻ ഷാഫിനെ കണ്ടപ്പോഴാണ് ഇത് ഷാഫിനെ വിളിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പീഡന പരാതി ഉയർന്ന പാലക്കാട് നഗരസഭാ കൗൺസിലറെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. പാലക്കാട് നഗരസഭ 24-ാം വാർഡ് കൗൺസിലർ പ്രശോഭ് C. വത്സനെ ആണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് നടപടിയെടുത്തത്. പ്രശോഭ് ഒളിവിലാണ്. പീഡന പരാതി തിരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമല്ലെന്ന് LDF സ്ഥാനാർത്ഥി NMR റസാഖ് പറഞ്ഞു. എന്നാൽ കൗൺസിലറെ അറസ്റ്റ് ചെയ്യണമെന്ന് BJP ആവശ്യപ്പെട്ടു. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം താമസ സ്ഥലത്തെത്തിയും ജോലിയുടെ അഭിമുഖത്തിനായി പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റിയും പീഡിപ്പിച്ചെന്നും യുവതി പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപം വെച്ചായിരുന്നു രണ്ടാമത്തെ പീഡനം നടന്നത്. ഭീഷണിപ്പെടുത്തി ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയെന്നും ആക്രമണം ഭയന്ന് മൊബൈലിൽ ദൃശ്യങ്ങൾ ശേഖരിച്ചെന്നും യുവതി വെളിപ്പെടുത്തി. ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ അലസിപ്പിക്കാനുള്ള ഗുളിക വാങ്ങിത്തരാമെന്നാണ് പറഞ്ഞതെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. പാലക്കാട് മുനിസിപ്പൽ കൗൺസിലറായ പ്രശോഭിൻ്റെ മുകളിലാണ് എതിരാണ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. എന്തോന്ന് വെച്ചാൽ ഞാൻ ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ട് പെരുമാറിയായിരുന്നു. ഇതിനു മുമ്പായിട്ട് പ്രശോഭിൻ്റെ അച്ഛനും കൂടിയിട്ട് തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഫുള്ളും നിൻ്റെ കാര്യങ്ങൾ ഫുള്ളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ പ്രശോഭൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, അതൊക്കെ ഞാൻ സോൾവ് ആക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ
കോഴ്സും കൂടി കഴിഞ്ഞ സമയത്ത് ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അവർ ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ജോലിയുടെ കാര്യമല്ല ഇയാൾ സംസാരിച്ചത്, വേറെ രീതിയിലായിരുന്നു. അപ്പോൾ വേറെ രീതിയിലായിരുന്നു സംസാരിച്ചത്. പ്രക്ഷോഭത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കുമാണ് യുവതി പരാതി നൽകിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി കൈമാറിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം പീഡന പരാതി തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമല്ലെന്ന് LDF സ്ഥാനാർത്ഥി NMR റസാഖും കൗൺസിലറെ അറസ്റ്റ് ചെയ്യണമെന്ന് BJPയും നിലപാട് സ്വീകരിച്ചു. ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമോ അല്ല. ഇതൊന്നും നമ്മുടെ ഈ സമൂഹത്തിന് ചേർന്നൊരു കാര്യങ്ങളല്ല. സ്ത്രീകളെ മാനിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി നാം സ്വീകരിക്കേണ്ടതാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക്. അതിൻ്റെ അപ്പുറം ഒരു ജനപ്രതിനിധി കൂടിയാകുന്ന സമയത്ത് ആ പ്രശ്നത്തിൻ്റെ ഗൗരവം വളരെ കൂടുതലാണ്. പക്ഷേ കേട്ടപ്പോൾ നെട്ടല്ല ഉണ്ടായത്. ഇതൊന്നും ഈ സമൂഹത്തിന് യോജിച്ചതല്ല. ഇതൊന്നും ഒരു ജനപ്രതിനിധികളും അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഏതെങ്കിലും ജനപ്രതിനിധിയുടെ തണലിലാണ്, ആ ധൈര്യത്തിലാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെയാണ് അതിങ്ങനെ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ കേട്ടത്. അതൊന്നും ശരിയല്ലാത്ത കാര്യങ്ങളാണ്. ഇടതുപക്ഷമല്ല, മനുഷ്യനായിട്ട് പറഞ്ഞ ആർക്കും ഇതൊന്നും യോജിക്കാൻ കഴിയുന്ന കാര്യമില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പാലക്കാട് ജില്ലയിൽ രാഷ്ട്രീയ മാറ്റത്തിന് ആക്കം കൂട്ടുമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി 300-നടുത്ത വാഹനങ്ങളിലായി 10,000-ലധികം പ്രവർത്തകർ വെസ്റ്റ് ജില്ലയിൽ നിന്നും പങ്കെടുക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. ഇടതു വലതു മുന്നണികളുടെ ഭരണം പാലക്കാട് ജില്ലയ്ക്ക് കാര്യമായ ഒരു സംഭാവന നൽകിയിട്ടില്ല. അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഡീൽ വിവാദങ്ങളിലൂടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് ഇടതുവലത് മുന്നണികൾ ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവോടെ വികസിത കേരളത്തെക്കുറിച്ച് ചർച്ചയാകും. ഷൊർണൂർ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, മേഖലാ വൈസ് പ്രസിഡന്റ് KV ജയൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഗോപകുമാർ, രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ലോകാരാധനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നാളെ കോട്ട മൈതാനത്ത് രാവിലെ 11 മണിക്ക് ശേഷം വലിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു മാറ്റമുണ്ടാകും എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അതിന് ഗതിവേഗം കൂട്ടാൻ പാലക്കാട് എത്തുന്ന നരേന്ദ്രമോദിജിയുടെ സമ്മേളനം ഉപകരിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളൊക്കെ സ്വീകരിച്ചതിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ പാലക്കാട് ജില്ലയിൽ 1/2 ഡസനോളം MLA-മാർ NDAക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയായിട്ടുള്ള നരേന്ദ്രമോദിജി തെരഞ്ഞെടുപ്പ് സമ്മേളനത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ പ്രതികരണവുമായി UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി രംഗത്ത് വന്നു. ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നും പോലീസും സിസ്റ്റവും അതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലെ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രശോഭ് പ്രചരണത്തിന് വന്നിരുന്നുവെന്നും അല്ലാതെ വ്യക്തിപരമായി പരിചയപ്പെട്ടിട്ടില്ല. ഖേദകരമായ വാർത്തയാണിത്. ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജനം നോക്കുമെന്ന് തോന്നുന്നില്ലെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഞാനിവിടെ എത്തിയിട്ട് ഏകദേശം 10 ദിവസം ആകുന്നു. ഞാനിവിടെ വന്ന ശേഷം ഇവിടെ നമ്മൾ പ്രചരണത്തിനിറങ്ങുമ്പം മണ്ഡലം പ്രസിഡന്റുമാർ, കമ്മിറ്റിക്കാർ, അങ്ങനെ ഭാഗം തിരിച്ച് ഓരോ സ്ഥലങ്ങളിൽ അതാത് പ്രദേശങ്ങളിലെ ആളുകൾ വരാറുണ്ട്. ഞാൻ പലരെയും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ഇദ്ദേഹവും ഞാനിപ്പോൾ ചിത്രങ്ങൾ കണ്ടപ്പം നമ്മുടെ കൂടെ പ്രചരണമാർത്ഥം ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി ഇവിടെ വന്ന ശേഷം ഒരാളെയും അങ്ങനെ കാര്യമായി പരിചയപ്പെട്ട് നിൽക്കാനുള്ള അവസരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, പ്രചരണത്തിനുണ്ടായിരുന്നു എന്ന് കണ്ടത്. വളരെ ഖേദകരമായ വാർത്തയാണ് കേട്ടിട്ടുള്ളത്. ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് കൃത്യമായും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസും സിസ്റ്റംസും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താണോ നടപ്പിലാക്കേണ്ടത് ആ നീതി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കലുമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അലിഗേഷൻ അത്ര കണ്ട് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഷൊർണൂരിലെ ധനകാര്യ സ്ഥാപനത്തിലെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ. ഉത്തർപ്രദേശ് സഹറൻപൂർ സ്വദേശിയായ 28 വയസ്സുള്ള ഷഹജാദിനെയാണ് വിദഗ്ധമായി പോലീസ് പിടികൂടിയത്. ധനകാര്യ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ UP-യിൽ നിന്നും പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 18 പുലർച്ചെ 2 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഷൊർണൂരിലെ ICL ഫിൻകോർപ്പിൽ കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് പ്രതി ഷഹജാദ് പോലീസിന്റെ വലയിലായത്. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. കഴിഞ്ഞ മാസം 20-നാണ് പ്രതി കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും ഇറങ്ങിയത്. തുടർന്ന് ഒരു മാസക്കാലമായി കോഴിക്കോട്, തിരൂർ, തൃശൂർ എന്നീ സ്ഥലങ്ങളിൽ പ്രതിയായ ഷഹജാദ് നിരവധി മോഷണങ്ങൾ നടത്തിയിരുന്നു. ചിലതെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത്. പിന്നീട് പ്രതിയായ ഷഹജാദ് ഷൊർണൂരിലെത്തി ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും ഫോൺ കാളുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം UP-യിലേക്ക് അന്വേഷണ സംഘത്തെ ചെന്നെത്തിക്കുകയായിരുന്നു. മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ പ്രതി ഷഹജാദ് രണ്ടാം പ്രതിയായ സാദിഖ് എന്നയാൾക്ക് വിറ്റുവെന്ന് പോലീസ് മൊഴി നൽകി. തുടർന്ന് സാദിഖിനെ കണ്ടെത്തുകയും ഇയാളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് 1 വർഷത്തോളമായി ഒന്നാം പ്രതിയായ ഷഹജാദിനെ കണ്ടിട്ടില്ലെന്നും സാദിഖ് പോലീസിന് മൊഴി നൽകുകയായിരുന്നു. അതേസമയം ഒന്നാം പ്രതിയിൽ നിന്നും രണ്ടാം പ്രതിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും രണ്ടാം പ്രതിയിൽ ലഭിച്ച മറ്റു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം രണ്ടാം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. DYSP സജു K. എബ്രഹാം, CI വിഷ്ണു, SI അശ്വിൻ, ASI-മാരായ അനിൽകുമാർ, അബ്ദുൾ റഷീദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ്, ജയരാജ്, രവി, സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം പാതിപ്പാറയിൽ ബസ്സും ഇരുചക്രവാഹനവും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരണപ്പെട്ടതിനു പിന്നാലെ ബസ്സുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ദീർഘദൂര സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു വ്യാപക പരിശോധന. ബസ്സുകളിൽ വേഗപ്പൂട്ട് ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നും കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തുന്നുണ്ടോ എന്നും ടിക്കറ്റ് നൽകാതെയും ഡോറുകൾ അടയ്ക്കാതെയും യാത്രക്കാരെ കയറ്റുന്നുണ്ടോ എന്നും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയത്. MVI രഞ്ജന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. നിയമലംഘനങ്ങൾ കണ്ടെത്തിയവരിൽ നിന്നും പിഴ ഈടാക്കിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല തയ്യാറാക്കിയ 4 മണിക്കൂർ ദൈർഘ്യമുള്ള പുതിയ കഥകളി രൂപമായ മാതങ്കി ചരിതം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അരങ്ങേറി. കുമാരനാശാന്റെ പ്രസിദ്ധ ഖണ്ഡകാവ്യമായ ചണ്ടാല വിഷുകയുടെ പ്രമേയത്തെയും പ്രാചീന സാഹിത്യത്തെയും ആധാരമാക്കിയാണ് കഥകളി രചിക്കപ്പെട്ടത്. MJ ശ്രീ ചിത്രനാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. കലാമണ്ഡലം ഷൺമുഖദാസ് രംഗാവതരണം ചിട്ടപ്പെടുത്തി. കലാമണ്ഡലത്തിലെ കലാകാരന്മാർക്കൊപ്പം പീശപ്പള്ളി രാജീവനും അരങ്ങിലെത്തി. അവതരണത്തിനു മുമ്പായി ബുദ്ധന്റെ ചരിത്ര കാലഘട്ടത്തെയും സാഹിത്യത്തെയും വിശകലനം ചെയ്യുന്ന സെമിനാറും മാതങ്കി ചരിതം ആട്ടക്കഥയുടെ പുസ്തക പ്രകാശനവും നടന്നു. ഡോക്ടർ സുനിൽ P. ഇളയിടം TD രാമകൃഷ്ണൻ നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം വിനോദ്, കലാമണ്ഡലം വിശ്വാസ്, KB രാജ് ആനന്ദ്, ഡോക്ടർ ദുർഗാമാലതി, കലാമണ്ഡലം MBS നമ്പൂതിരി, കലാമണ്ഡലം സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ പത്തിരിപ്പാല പൊതുമരാമത്ത് റോഡിലെ തകർന്ന ഓവുപാലം വാഹനഗതാഗതത്തിന് ഭീഷണിയാകുന്നു. മണ്ണൂർ SBI ശാഖയ്ക്ക് സമീപത്തെ പൊട്ടിക്കിടക്കുന്ന ഓവുപാലത്തിന്റെ ഭിത്തിയാണ് വാഹനയാത്രക്കാർക്ക് വലിയ ഭീഷണിയാകുന്നത്. വീതി കുറവുള്ള റോഡിലാണ് ഓവുപാലം തകർന്ന് ചുറ്റും കാട് മൂടിക്കിടക്കുന്നത്. ഒരു വശം അരികിലൂടെ ചേർന്ന് വരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളത്. കാട് മൂടിയതിനാൽ തകർന്ന പാലവും യാത്രക്കാർക്ക് കാണാൻ കഴിയില്ല. 25 വർഷം മുമ്പ് കാടാ കനാൽ കടന്നുപോകാനായി സ്ഥാപിച്ച ഓവുപാലമാണിത്. ഓവുപാലം പൊതുമരാമത്ത് റോഡിലേക്ക് കയറി നിൽക്കുന്ന അവസ്ഥയാണ്. സമീപത്തെ വഴിവിളക്ക് കാട് കയറി നിൽക്കുന്നതിനാൽ വിളക്ക് കത്തിയാലും
വള്ളി പടർന്നു കിടക്കുന്നതിനാൽ ഇവിടെ ഇരുട്ടിലാണ്. ദൂരെ നിന്ന് വരുന്നവർക്ക് തകർന്ന ഓവുപാലം കാണാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാരൻ ഓവുപാലത്തിലിടിച്ച് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റിരുന്നു. ദിനംപ്രതി 30ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രധാന റോഡാണിത്. വലിയ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് തകർന്ന ഓവുപാലം പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ കാടാ കനാൽ സ്ലാബിട്ട് അപകട ഭീഷണിക്ക് പരിഹാരം കണ്ടെത്തുകയോ ചെയ്യണമെന്നും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. മണ്ണൂർ SBIന്റെ മുൻവശം ഒരു പ്രധാന റോഡില് കനാൽ റോഡിലേക്ക് കയറി നിൽക്കുന്നത് കാരണം വൻ അപകടത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശത്തുമാണ് നമ്മൾ നിൽക്കുന്നത്. അധികാരികളോട് നിരവധി തവണ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും നമ്മൾ അറിയിച്ചിട്ടും യാതൊന്നും നോക്കാത്ത അവസ്ഥയാണ്. രാത്രി ഇരുട്ടാവുന്നതോടുകൂടി ഇവിടെ ഇരുട്ട് മൂടിക്കിടക്കുന്ന അവസ്ഥയിൽ 2 വീലറുകൾ അടക്കമുള്ള ആളുകൾ ഈ കനാൽ കാണാതെ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്കകം ഒരു ബൈക്ക് യാത്രക്കാരൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അദ്ദേഹം അവിടെ ആ തിട്ടിൽ കയർ ഇടിക്കുകയും തെറിച്ചു വീഴുകയാണ് ചെയ്തത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ചെറിയ നിസ്സാര പരിക്ക് കാരണം രക്ഷപ്പെട്ടു. ഇത് വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടുപോവാതെ എത്രയും വേഗം ആ കനാലിനൊരു സ്ലാബ് ഇട്ട് ഒരു PWD റോഡിലേക്ക് കയറി നിൽക്കുന്ന കനാല് ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയ ഗുരുതരമായൊരു അവസ്ഥയാണ്. അതിനൊരു മാറ്റം വരണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചിത്രം സ്വാശ്രയ സംഘത്തിന്റെ 1ാം വാർഷികം ചെറുതുരുത്തിയിൽ നടന്നു. AKPA വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് മണി ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. ഏതായാലും നമ്മുടെ ഈ സ്വാശ്രയ സംഘത്തിന് ചിത്രം എന്ന് പേരിട്ടതിന് പ്രത്യേക ഒരു അഭിനന്ദനമാണ് ഞാൻ അറിയിക്കുന്നത്. കാരണം ചിത്രം പോലെ തന്നെയാണ് നമ്മുടെ ഈ സംഘടനക്കാരെ എല്ലാ ആളുകളുടെയും പ്രവർത്തനം. അതായത് ഇതിപ്പോൾ നമ്മളൊരു വാർഷികത്തിൻ്റെ ഉദ്ഘാടനമാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഈ വാർഷികം നടത്താനും അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ചാളുകളെ ഉള്ളവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വാശ്രയ സംഘമാണ്. സ്വാശ്രയ സംഘം യൂണിറ്റ് പ്രസിഡന്റ് ഷാജി ലെൻസ്മാൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സ്വാശ്രയ സംഘം കോർഡിനേറ്റർ CS രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സംഘം സെക്രട്ടറി തങ്കരാജ് നയന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും സംഘം ട്രഷറർ ലിൻഡോ ആൽഫ കണക്കവതരണം നടത്തുകയും ചെയ്തു. മേഖലാ സെക്രട്ടറി PV മുരളി, മേഖലാ ട്രഷറർ KS സുജിത്ത്, യൂണിറ്റ് പ്രസിഡന്റ് സുബിൻ ചെറുതുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. പ്രണവ് ലെൻസ്മാൻ സ്വാഗതവും PT അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചരിത്രപ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി വേലയുടെ മാറ്റുകൂട്ടാനായി മാർച്ച് 31-നും ഏപ്രിൽ 1-നും സംസ്കാര 2026 എന്ന പേരിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. നെന്മാറ വല്ലങ്ങി വേലയോടനുബന്ധിച്ച് കേരളത്തിലെ പ്രശസ്തരായ 2 വ്യക്തികൾക്ക് പുരസ്കാരം നൽകുമെന്നും ജൂറി ചെയർമാൻ പ്രകാശ് ഉള്ളിയേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നെന്മാറ ഗ്രാമപഞ്ചായത്തും സെന്റർ ഫോർ ലൈഫ് സ്കിൽസും സംയുക്തമായാണ് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മേള വിദ്യാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സംഗീത സംവിധായകൻ പ്രകാശ് ഉള്ളേരി, ഗായകൻ പാലക്കാട് ശ്രീറാം, മഹേഷ് മണി എന്നിവരുടെ മ്യൂസിക്കൽ ഫ്യൂഷനാണ് സാംസ്കാരിക പരിപാടിയിലെ ശ്രദ്ധേയം. ആദ്യ ദിനത്തിൽ സിനിമാ പിന്നണി ഗായകരും ചാനൽ സംഗീത പരിപാടികളിലെ ശ്രദ്ധേയരും അണിനിരക്കുന്ന സംഗീത നിശയും അരങ്ങേറും. നടൻ ദേവൻ, സംവിധായകൻ പത്മകുമാറും വേദിയിലെത്തുമെന്നും ഈ വർഷം മുതൽ ആരംഭിക്കുന്ന പുരസ്കാരത്തിന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും പാലക്കാട് ശ്രീരാമും അർഹരായി. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന വാദ്യകുലപതി പുരസ്കാരം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർക്കും നിധി പുരസ്കാരം പാലക്കാട് ശ്രീരാമിനും ഏപ്രിൽ 1-ന് സമ്മാനിക്കും. CLSL പ്രസിഡന്റ് അശോകൻ നെന്മാറ, അനിൽകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാഗമാകുമ്പോൾ 2 കലാകാരന്മാരെ ആദരിക്കുക എന്നുള്ളത് അത് പ്രാവശ്യം തീർച്ചയായിട്ടും നാദബ്രഹ്മ പുരസ്കാരം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വളരെ സീനിയറായിട്ടുള്ള ചെണ്ട കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാനാണ്. അതുപോലെ യുവനരയിൽ നിന്നും പാലക്കാട് തന്നെ കാവശ്ശേരിക്കാരനായിട്ടുള്ള പാലക്കാട് ശ്രീറാം അദ്ദേഹത്തിനാണ്. അത് നിധി സംസ്കാര നിധി പുരസ്കാരം ശ്രീറാമിനാണ് നൽകുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സംഗീത സമന്വയം അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവുന്നത്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പരുത്തിപ്ര ഗവൺമെന്റ് UP സ്കൂളിന്റെ 68-ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ദുർഘടമായ ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. വേണ്ടത്ര ഗ്രാൻഡോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ലഭിക്കാതെ വളരെയധികം ബുദ്ധിമുട്ട്. ഇവിടേക്കുള്ള വഴി തന്നെ നമുക്ക് കണ്ടറിയാം. റെയിൽവേയുടെ അധീനതയിലുള്ള
ഈ സ്കൂളിൻ്റെ പ്രവേശന കവാടം തന്നെ ഉള്ളത്. വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ 68 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ മമ്മിക്കുട്ടി സഖാവ് 1 കോടി രൂപ പുതിയ ബിൽഡിങ്ങിനായി അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ നല്ല രീതിയിൽ നടന്നു വരികയാണ്. ഇനി വരുന്ന കുട്ടികൾക്കെങ്കിലും നല്ല ഹൈടെക് ക്ലാസ് മുറികളും മറ്റ് സൗകര്യങ്ങളും ഒക്കെയായി നല്ല വിദ്യാഭ്യാസം ഇവിടെ ലഭിക്കണം. അതും ഒരു ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ അതിന് പ്രത്യേക പരിഗണന നമ്മുടെ നഗരസഭയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സ്കൂൾ പ്രധാനാധ്യാപിക വി ഉഷ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ കെ പുഷ്പലത അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക വി ഉഷ റിപ്പോർട്ട് അവതരണം നടത്തി. തുടർന്ന് പ്രീ പ്രൈമറി കോൺവെക്കേഷൻ സെറിമണി, LSS USS വിജയികളെ അനുമോദിക്കൽ, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം, എൻഡോവ്മെന്റ് വിതരണം എന്നിവയുണ്ടായി. മുൻ വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ, PTA പ്രസിഡന്റ് രഞ്ജിത്ത്, PTA വൈസ് പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ, MPTA പ്രസിഡന്റ് ഹർഷ ജിതേഷ്, സീനിയർ ടീച്ചർ സോളി ത്രസ്യാമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഏപ്രിൽ 3 വെള്ളിയാഴ്ച നടക്കുന്ന തേനൂർ അത്താഴമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവേലയ്ക്ക് കൊടിയേറി. പനാവൂർ മനക്കിൽ ബ്രഹ്മശ്രീ ദിവാകരൻ നമ്പൂതിരി, മേൽശാന്തി ജാറക്കോട് മഠം രഘുനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങ് നടന്നത്. ക്ഷേത്രം ഭാരവാഹികളും നൂറുകണക്കിന് ഭക്തരും ചടങ്ങിൽ പങ്കാളികളായി. രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം. കൊടിയേറ്റം കഴിഞ്ഞതോടെ പൂതൻ തിറയും ക്ഷേത്രത്തിലെത്തി അനുഗ്രഹം വാങ്ങി. ഇനി ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷ നാളുകൾ. വേലയുടെ വിവരം വിളിച്ചോതി പൂതനും തിറയും ദേശവീടുകളിൽ കയറിയിറങ്ങി തുടങ്ങി. ഇതോടെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളും തുടങ്ങി. ശനിയാഴ്ച വൈകിട്ട് ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിരക്കളി, നൃത്തസംഗീതാർച്ചന, ഞായറാഴ്ച സോപാന സംഗീതം, ഭരതനാട്യം, വീരനാട്യം, കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, തിങ്കളാഴ്ച വൈകിട്ട് തിരുവാതിരക്കളി, ഭരതനാട്യം, സെമി ക്ലാസിക്കൽ ഡാൻസ്, ചൊവ്വാഴ്ച നൃത്തസന്ധ്യ, ബുധനാഴ്ച വൈകിട്ട് വിളക്ക് പൂജ, വ്യാഴാഴ്ച വൈകിട്ട് മെഗാ മ്യൂസിക് വെബ് ഷോ എന്നിവയും ഉണ്ടാകുമെന്നും വെള്ളിയാഴ്ച ദേശവേല മഹോത്സവം വിവിധ പരിപാടികളോടെ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ കൊടിയേറ്റം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ 26-ാം തീയതി ഓരോ പരിപാടികളുണ്ടായിരിക്കും. 1-ാം തീയതി മുടക്ക് പൂജ, 2-ാം തീയതി കാൽമേള, 3-ാം തീയതി അഗ്നിപൂജ വേല. എല്ലാ ഭക്തജനങ്ങളുടെ സഹായം ഉദ്ദേശിച്ചുകൊണ്ട് കോലത്തറ ലക്ഷ്മണപുരത്തിൻ്റെ നേതൃത്വത്തിൽ ദിവസേന കൂത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരണം ദേവി ശരണം. നമ്മുടെ തേനൂർ അത്താഴത്തിൻ്റെ ക്ഷേത്രത്തിലെ ദേശവേലയുടെ ആരംഭിച്ചുകൊണ്ട് ഇന്ന് കൊടിയേറ്റം നടന്നു. ക്ഷേത്രത്തിൽ പനാവൂർ നിവാരണ ക്ഷേത്ര മേൽശാന്തി ആർക്കോട്ട് മഠം രഘുനാഥിൻ്റെ കാലഘട്ടത്തിൽ നടന്നു. പൂതൻ ശൈലി എന്നിവർ വന്ന് വണങ്ങി ഊരിയിട്ടാൻ രാത്രി 9-10 ശേഷം കോലത്തറ ലക്ഷ്മണപുരം നേതൃത്വത്തിൽ ഉത്ഭാവപ്പെട്ട് ഇന്നലെ 27-ാം തീയതി മാറുന്നു. ദേശവേല ദിവസം രാവിലെ ഗണപതി ഹോമം, ശ്രീരാമ പട്ടാഭിഷേകം, 10-ന് പഞ്ചാരിമേളം, വൈകിട്ട് പണ്ടാരക്കുതിര, ചേരിക്കുതിര, വലിയമ്മ ഭഗവതി ക്ഷേത്രത്തിലെ കുതിര ഇളക്കിപ്പുറപ്പാട്. കുതിരകൾ മൂടാരംപെറ്റ ക്ഷേത്ര സന്നിധിയിലെത്തി ഭഗവതിയെ വണങ്ങും. 5-ന് പകൽവേല എഴുന്നള്ളിപ്പ് തുടങ്ങും. പണ്ടാരക്കുതിര, മറ്റു കുതിരകൾ, പൂതൻ, ശങ്കരനായാടി, തട്ടിൽമേൽക്കൂത്ത്, കാളകൾ എന്നിവ പഞ്ചവാദ്യ സമേതം ഗജവീരന്മാരുടെ അകമ്പടിയോടെ മൂടാരംപെറ്റ കാവിൽ നിന്നും തേനൂർ അത്താഴംപെറ്റ കാവിലേക്ക് നീങ്ങും. രാത്രി 8-ന് അത്താഴപൂജ. 9:30 വേലകൾ കാവുകയറി പ്രദക്ഷിണശേഷം മേളം അവസാനിക്കും. രാത്രി 10:30-ന് അത്താലൂർ ശ്രീരാഗ് കള്ളേക്കുളങ്കര കാർത്തികയന്തി സംഘം അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഉണ്ടാകും. തുടർന്ന് പഞ്ചവാദ്യവും. ശനിയാഴ്ച പുലർച്ചെ 4:30-ന് ശീവേലി കാവുകയറി പാണ്ടിമേളം ആരംഭിക്കുന്നു. ഇതോടെ ദേശവേലയ്ക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള ഭാഗ്യക്കുറിയുടെ സമ്മർ ബമ്പർ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം പാലക്കാടിന്. 10 കോടി രൂപയാണ് 1-ാം സമ്മാനം. പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപമുള്ള മൂകാംബിക ലോട്ടറി ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിലാണ് ഭാഗ്യം കടാക്ഷിച്ചത്. ഭാഗ്യശാലിയെ കണ്ടെത്താനായില്ല. തരൂർ നിയോജക മണ്ഡലം കുത്തന്നൂർ പഞ്ചായത്ത് കൺവെൻഷൻ കുത്തന്നൂർ സൊസൈറ്റി ഹാളിൽ നടന്നു. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശില്പ ഉദ്ഘാടനം ചെയ്തു.
അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ, പി ബാലൻ, അസീന കാസിം, ആതിര, വി വിശ്വനാഥൻ, ടി രാജൻ, പി ടി സഹദേവൻ, കെ എ ഉമ്മർ ഫറൂഖ് എന്നിവർ സംസാരിച്ചു. റഫീഖ് ദീൻ സ്വാഗതവും ഗിരീഷ് ബാബു നന്ദിയും പറഞ്ഞു. പ്രസ്തുത പരിപാടിയിൽ വെച്ച് CPM വിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കുത്തന്നൂർ 9-ാം വാർഡിലെ പ്രമോദ്, ശശികുമാർ, രഘുനാഥ്, സുരേഷ്, മുഹമ്മദ് ഷെരീഫ് എന്നിവരെ വാർഡ് മെമ്പർ ഉമ്മർ ഫാറൂഖിന്റെ സാന്നിധ്യത്തിൽ സ്ഥാനാർത്ഥി KC സുബ്രഹ്മണ്യൻ കോൺഗ്രസ് മെമ്പർഷിപ്പ് അംഗത്വം വിതരണം ചെയ്ത് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VD സതീശൻ തെരഞ്ഞെടുപ്പിൽ RSS സഹായം തേടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDFന് യാതൊരു ഡീലുമില്ലെന്നും വികസനം ഉയർത്തിപ്പിടിച്ചാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും മുഖ്യമന്ത്രി. UDF അജണ്ട തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഉപദേശകനായ കനവേലുവാണെന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച മാറ്റാൻ UDF ശ്രമിക്കുകയാണെന്നും പിണറായി വിജയൻ. പാലക്കാട് ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച പാലക്കാട്ടെത്തും. കോട്ട മൈതാനിയിലേക്കുള്ള പ്രവർത്തകർക്കുള്ള പ്രവേശനം 12:30 വരെ. 1:30 മണിയോടെ സമ്മേളനം തുടങ്ങുമെന്നും 50,000-ൽ പരം പ്രവർത്തകർ പങ്കെടുക്കുമെന്നും പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പാലക്കാട് ജില്ലയിൽ രാഷ്ട്രീയ മാറ്റത്തിന് വേഗം കൂട്ടുമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭിനെതിരെ ലൈംഗിക ആരോപണ കേസിലെ അതിജീവിത പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. MP-മാരായ ഷാഫി പറമ്പിലിന്റെയും VK ശ്രീകണ്ഠന്റെയും പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത. ജോലി വാഗ്ദാനം ചെയ്ത് 1-ലേറെ തവണ പീഡിപ്പിച്ചെന്നും തന്റെ മുന്നിൽ വെച്ച് ഷാഫി പറമ്പിലിന് വീഡിയോ കോൾ ചെയ്തെന്നും അതിജീവിത. പീഡന പരാതി ഉയർന്ന പാലക്കാട് നഗരസഭാ കൗൺസിലറെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. പാലക്കാട് നഗരസഭ 24-ാം വാർഡ് കൗൺസിലർ പ്രശോഭ് C വത്സനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. നടപടി ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ. പീഡന പരാതി തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമല്ലെന്ന് LDF സ്ഥാനാർത്ഥി NMR റസാഖ്. കൗൺസിലറെ അറസ്റ്റ് ചെയ്യണമെന്ന് BJP. ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നും പോലീസും സിസ്റ്റവും അതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്നും UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. ഷൊർണൂരിലെ ധനകാര്യ സ്ഥാപനത്തിലെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ. പോലീസ് വലയിലായത് ഉത്തർപ്രദേശ് സഹറൻപൂർ സ്വദേശി 28 വയസ്സുള്ള ഷഹജാദ്. പ്രതി കുടുങ്ങിയത് ധനകാര്യ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് നടത്തിയ വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിൽ. UP-യിൽ നിന്നും പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള ഭാഗ്യക്കുറിയുടെ സമ്മർ ബമ്പർ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം പാലക്കാടിന്. 10 കോടി രൂപ 1-ാം സമ്മാനം. ഭാഗ്യം കടാക്ഷിച്ചത് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൂകാംബിക ലോട്ടറി ഏജൻസിക്ക്. ഭാഗ്യശാലിയെ കണ്ടെത്താനായില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.